മറ്റൊരു വാർത്തയിലേക്ക് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജികൾ സുപ്രീംകോടതി അടുത്ത മാസം 13-ന് പരിഗണിക്കാനായി മാറ്റി. സമാന കേസിൽ ഇന്ന് വിധി പറഞ്ഞ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ചിലേക്ക് ഹർജി മാറ്റണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ആരാകും ഈ വിധി പരിഗണിക്കുക? ഏത് ജസ്റ്റിസിന്റെ ബെഞ്ചാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ? പ്രവിത, ഇന്ന് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിർണായക വിധി, അതിന്റെ ഒരു പശ്ചാത്തലം കൂടി ഇന്ന് ഈ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെയാണ് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇന്ന് ചീഫ് ജസ്റ്റിസിന് മുൻപാകെയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടത് ഇന്ന് ഇതുപോലെ സമാന സ്വഭാവമുള്ള ഒരു വിഷയത്തിൽ JB പർദിവാലയുടെ ബെഞ്ച് ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ കേസ് പർദിവാലയുടെ ബെഞ്ചിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അത് നിലവിൽ അംഗീകരിച്ചില്ല. മാത്രമല്ല, ഇന്നത്തെ വിധിയുടെ പരിധിയിൽ വരുമോ എന്ന കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയിച്ചത്. എന്നാൽ വിധി ബാധകമാകാത്ത വിഷയങ്ങളും ഹർജിയിലുണ്ടെന്ന് അറ്റോർണി ജനറൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയുമുണ്ടായി. ആർട്ടിക്കിൾ 200മായി ബന്ധപ്പെട്ട വിഷയമാണെന്നും 23 മാസമായി ബില്ലുകൾ തടഞ്ഞു വച്ചിരിക്കുന്നുവെന്നും സംസ്ഥാനം വീണ്ടും കോടതിയിൽ പറയുകയുണ്ടായി. എന്തായാലും അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഹർജികൾ മെയ്യിലേക്ക്, അതായത് മെയ് 13-ന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. എന്തായാലും ചീഫ് ജസ്റ്റിസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങൾ, മറ്റൊരു ബെഞ്ചിലേക്ക് ഈ ഹർജികൾ മാറ്റണമോ അതോ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിച്ച് ഇതിലൊരു നിർണായക തീരുമാനം കൈക്കൊള്ളുമോ എന്ന കാര്യങ്ങളിലെല്ലാം തീരുമാനം സ്വീകരിക്കും. പ്രവിത, ശരി.